Good morning, students. Adutha university question. Find the points P, X, Y, Z on the plane 2x plus y minus z minus 5 equals 0 that is close to the origin. നമുക്ക് ആ പ്ലെയിനിലെ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. P of X, Y, Z കണ്ടുപിടിക്കണം. ഞാനത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. Question number 15. Find the points P, X, Y, Z on the plane 2x plus y minus z minus 5 equals 0 that is close to the origin. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് യൂണിവേഴ്സിറ്റി ചോദിച്ചിരിക്കുന്നത്. നമുക്കത് ഒന്ന് ചെയ്തു നോക്കാം. ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് 3 ഡയമെൻഷൻ ജോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points. 2 point x, y, z and x1, y1, z1. എന്താണ് ഫോർമുല? D is equal to root of x minus x1 whole square plus y minus y1 the whole square plus z minus z1 the whole square. ഇതാണ് രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എക്സ് വൈ സെഡ് ആൻഡ് x1 y1 z1 ആണെങ്കിൽ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? x മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z മൈനസ് z1 ഹോൾ സ്ക്വയർ എന്നാണ് ഫോർമുല. ഇവിടെ നമുക്ക് മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, മിനിമം distance from the origin എന്ന് പറഞ്ഞാൽ 0 0 0 origin എന്ന് പറഞ്ഞാൽ 0 0 0 to the point x y z. എന്താണ് അപ്പോ? D is equal to root of x minus 0 അപ്പൊ x square, y minus 0 that is y square, z minus 0 that is z square. അപ്പൊ d എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ. റൂട്ട് നമ്മൾ കളഞ്ഞു കഴിയുമ്പോൾ d സ്ക്വയർ is equal to x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. ഇനി നമ്മൾ f എന്നുള്ള എന്ത് എടുക്കണം? f എന്നുള്ളത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ എടുക്കണം. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. അതുപോലെ g എന്നുള്ളത് എന്തെടുക്കണം? g എന്നുള്ളത് 2x പ്ലസ് y മൈനസ് z മൈനസ് 5. ഇനി നമ്മൾ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? ഓക്സിലറി ഇക്വേഷൻ എന്താണ്? L is equal to f plus lambda h. ലാംഡ ആരാണ്? ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ആണ്. അപ്പൊ യൂസിങ് ലഗ്രാഞ്ച് ഇക്വേഷൻ L is equal to f plus lambda h. That is f എന്ന് പറഞ്ഞാൽ എന്താണ്? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ പ്ലസ് ലാംഡ ഇൻടു 2x പ്ലസ് y മൈനസ് z മൈനസ് 5. ഇതാണ് L എന്നുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? L എന്ന ഈ ഓക്സിലറി ഇക്വേഷനെ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, z വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ലാംഡ വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആദ്യം ഡോ എൽ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0. ഡോ എൽ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x പ്ലസ് ഇവിടെ 2 ലാംഡ ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് x എത്ര കിട്ടും? മൈനസ് ലാംഡ. x ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ. അടുത്തത് എന്താണ്? ഡോ എൽ ബൈ ഡോ y ഇസ് ഈക്വൽ ടു 0. ഡോ എൽ ബൈ ഡോ y എന്ന് പറഞ്ഞാൽ 2y പ്ലസ് lambda is equal to 0. That is y is equal to minus lambda by 2. y യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? മൈനസ് ലാംഡ ബൈ 2. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു z വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഡോ എൽ ബൈ ഡോ z is equal to 0 എന്ന് പറഞ്ഞാൽ 2z പ്ലസ് 2z മൈനസ് ലാംഡ
2z minus lambda is equal to 0. എന്ന് പറഞ്ഞാൽ z is equal to lambda by 2. അപ്പോൾ നമുക്ക് x ന്റെ വാല്യൂ മൈനസ് ലാംഡ, y യുടെ വാല്യൂ മൈനസ് ലാംഡ ബൈ 2, z ന്റെ വാല്യൂ ലാംഡ ബൈ 2. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷനെ ലാംഡ വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലാംഡ വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഡോ എൽ ബൈ ഡോ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 2x പ്ലസ് y മൈനസ് z മൈനസ് 5 is equal to 0. ഈ ഇക്വേഷനിൽ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് എന്താണ്? മൈനസ് ലാംഡ. വൈ എന്താണ്? y is equal to മൈനസ് ലാംഡ ബൈ 2, z is equal to ലാംഡ ബൈ 2. ഈ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡയുടെ വാല്യൂ കിട്ടും. അപ്പോൾ 2 ഇൻറ്റു എക്സ് എന്താണ്? മൈനസ് ലാംഡ പ്ലസ് y എന്താണ്? മൈനസ് ലാംഡ ബൈ 2. z എന്താണ്? z എന്ന് പറഞ്ഞാൽ മൈനസ് ലാംഡ ബൈ 2. y എന്ന് പറഞ്ഞാൽ പ്ലസ് y ആണ്, മൈനസ് ലാംഡ ബൈ 2. ഇത് z എന്ന് പറഞ്ഞാൽ പ്ലസ് ലാംഡ ബൈ 2 മൈനസ് ലാംഡ ബൈ 2 മൈനസ് 5 is equal to 0. അപ്പോ മൈനസ് 2 ലാംഡ മൈനസ് ലാംഡ ബൈ 2 മൈനസ് ലാംഡ ബൈ 2 മൈനസ് ലാംഡ is equal to 5. അപ്പൊ നമുക്ക് മൈനസ് 3 ലാംഡ is equal to എന്ത് കിട്ടും? മൈനസ് 3 ലാംഡ is equal to 5 എന്ന് കിട്ടും. ലാംഡയുടെ വാല്യൂ എത്ര കിട്ടും? മൈനസ് 5/3. ഈ ലാംഡയുടെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് എത്രയാണ്? എക്സ് കാണാനുള്ള ഫോർമുല എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡയാണ്. അപ്പോ ഈ ലാംഡയ്ക്ക് പകരം നമ്മൾ മൈനസ് 5/3 മൈനസ് 5/3 5/3. അപ്പൊ ഫസ്റ്റ് വാല്യൂ എക്സ് എന്നുള്ളത് എന്ത് കിട്ടി? 5/3 കിട്ടി. ഇനി അതുപോലെ y എന്താണ്? y ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ 2. മൈനസ് ലാംഡ ബൈ 2 ലാംഡയ്ക്ക് വരെ എന്ത് കൊടുക്കാം? ലാംഡയ്ക്ക് പകരം മൈനസ് 5/3. അപ്പോ y എന്ന് പറഞ്ഞാൽ മൈനസ് ലാംഡ ബൈ 2 ആണ്. ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? മൈനസ് 5/3 ബൈ 2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5/6. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? വൈയുടെ വാല്യൂ 5/6 കിട്ടി. ഇനി മൂന്നാമത് ഇസഡ് കണ്ടുപിടിക്കണം. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ ബൈ 2. ലാംഡ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഇൻറ്റു മൈനസ് 5/3. എത്ര എന്നാണ്? മൈനസ് 5/6 മൈനസ് 5. അപ്പൊ ഇസഡ് ഡിസിബിൾ എത്രയാണ്? മൈനസ് 5/6. അപ്പൊ പോയിന്റ് നമുക്ക് എക്സ് കിട്ടി, വൈ കിട്ടി, ഇസഡ് കിട്ടി. Therefore നമ്മൾ കണ്ടുപിടിക്കേണ്ട പോയിന്റ്, therefore the point is point 5/3, 5/6, ഇവിടെ നമുക്ക് കിട്ടുന്നത് മൈനസ് 5/6 ആണ്. മൈനസ് 5/6 ഇതാണ് നമ്മുടെ പോയിന്റ്. 5/3, 5/6, മൈനസ് 5/6 ഇതാണ് റിക്വയർഡ് പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്ത് നമ്മള് രണ്ട് പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് x മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z മൈനസ് z1 ദ ഹോൾ സ്ക്വയർ. ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ ആ പോയിന്റ് സീറോസ് ഒറിജിനലുമായിട്ടുള്ള ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അത് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ആണ്. അത് സ്ക്വയർ ചെയ്തപ്പോൾ d സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ കിട്ടി. അത് നമ്മൾ f ആയിട്ട് ട്രീറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ g നമുക്ക് കിട്ടിയിട്ടുണ്ട്. g എന്താണ്? 2x പ്ലസ് y മൈനസ് z മൈനസ് 5 എടുത്തു. അപ്പൊ എഫും ജിയും കിട്ടിക്കഴിഞ്ഞാൽ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി L is equal to f പ്ലസ് ലാംഡ ജി. ഈ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ലഗ്രാഞ്ചീസ് മൾട്ടിപ്ലയർ ആണ്. അപ്പൊ ഓക്സിലറി ഇക്വേഷൻ ആണ് L is equal to f പ്ലസ് ലാംഡ ജി. അതിൽ എഫിന്റെ വാല്യൂയും ജിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ഓക്സിലറി ഇക്വേഷനെ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡോ എൽ ബൈ ഡോ എക്സ് കിട്ടി. ഡോ എൽ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ. ഇനി y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡോ എൽ ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പൊ y ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ 2 എന്ന് കിട്ടി. ഇസഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡോ എൽ ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇസഡ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 കിട്ടി. അപ്പൊ എക്സും വൈയും ഇസഡും ഇൻ ടേംസ് ഓഫ് ലാംഡയിൽ കിട്ടി. ഇനി ഓക്സിലറി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ലാംഡ വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ലാംഡ വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഡോ എൽ ബൈ ഡോ ലാംഡ. ഡോ എൽ ബൈ ഡോ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? 2x പ്ലസ് y മൈനസ് z മൈനസ് 5.
അത് ഈക്വൽ ടു 0 കൊടുത്ത് അതിൽ എക്സിനും വൈക്കും ഇസഡിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ലാംഡയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ലാംഡയുടെ വാല്യൂ -5/3 കിട്ടി. ആ ലാംഡയുടെ വാല്യൂ -5/3 എക്സിലും വൈയിലും ഇസഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എക്സിന്റെ വാല്യൂ 5/6ഉം 5/3ഉം വൈയുടെ വാല്യൂ 5/3ഉം അത് 5/6ഉം ഇസഡിന്റെ വാല്യൂ -5/6. അതാണ് റിക്വയർഡ് പോയിന്റ്. അപ്പൊ റിക്വയർഡ് പോയിന്റ് എന്താണ്? 5/3 5/6 -5/6. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്ത മെത്തേഡ് ലഗ്രാഞ്ചീസ് മൾട്ടിപ്ലയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ ലഗ്രാഞ്ചീസ് ഓക്സിലറി ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം. എന്താണ് ഇക്വേഷൻ? L is equal to F plus lambda G, where lambda is a Lagrange's multiplier. കേട്ടോ? ഓക്കെ.